ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഇന്നും കടന്നു വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ബൈബിളിലും ഖുറാനിലും എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാനിടയായത് ദിശ നോക്കിയുള്ള പ്രാർത്ഥന എന്നുള്ളതായിരുന്നു. അതിൽ ചില വിമർശനങ്ങൾ കടന്നു വരുവാനിടയായി. എങ്കിലും പൊതു അറിവിലേക്കായതുകൊണ്ട് നാം അതുപോലെ തന്നെ ഗൗരവത്തിൽ അത് സ്വീകരിക്കുകയാണ്. എന്താണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടാൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന പല അവസരങ്ങളും ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേര് പറഞ്ഞ് ദൂതൻ്റെ പേര് പറഞ്ഞ് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളാണ്. ഒന്ന്, ഗബ്രിയേലിൻ്റെ പേര് പറഞ്ഞ് രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മറിയോയുടെ അടുക്കൽ കടന്നു വന്നത് ഗബ്രിയേൽ എന്ന ദൂതനായിരുന്നു എന്നുള്ളതും, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിനോട് സംസാരിച്ചത് മിഖായേൽ എന്നുള്ളതായിരുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വെട്ടേറ്റ് നിലത്ത് വീണ അല്ലെങ്കിൽ ദൂതന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്ന ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്രൻ, അവനെ വെട്ടേറ്റ് നിലത്ത് വീഴ്ത്തുവാനായിട്ട് ഇടയായി. അതാണ് പിശാചിൻ്റെ അവതാരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ലൂസിഫർ എന്നുള്ളത്. അത് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിലും നമുക്ക് കാണാം. അങ്ങനെ പേര് പറയുന്ന ദൂതൻ്റെ സ്ഥലങ്ങൾ അത് വളരെ തുലാം കുറവാണ് എന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതായ അനവധി സ്ഥലങ്ങൾ ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് അബ്രഹാമിൻ്റെ അടുക്കൽ 3 വ്യക്തികൾ കടന്നു. അപ്പം ദൂതൻ വരുന്നത് മനുഷ്യ വേഷത്തിൽ തന്നെയാണ് എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗിദെയോൻ്റെ അടുക്കൽ കടന്നു വന്നതും 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൂതൻ വന്നിട്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ പേടിച്ചപ്പോൾ, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതിട്ട് ആ യാഗപീഠത്തിന് യഹോവ ഷാലോം, യഹോവ എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ദൂതൻ അവനോട് അരുളി ചെയ്തത് നിനക്ക് സമാധാനം എന്നാണ്. സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ ഒരുവനെ ദൈവം അല്ലെങ്കിൽ ദൂതൻ കടന്നു വന്ന് സമാധാനം അവൻ അരുളി ചെയ്തതുകൊണ്ട് അവൻ അവിടെ ഒരു യാഗപീഠം പണിതിട്ട് അതിന് യഹോവ ഷാലോം എന്ന് പേരിടുവാനായിട്ടിടയായി. ഇനി സ്നാപക യോഹന്നാൻ, കർത്താവായ യേശുക്രിസ്തുവിന് മുൻപ് വഴി കാണിക്കുവാനായി കടന്നു വന്ന യോഹന്നാൻ്റെ അപ്പനായ സെക്കരിയാവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സെക്കരിയാവും ഭയപ്പെട്ടു പോയി. പക്ഷെ ദൂതൻ അവനോട് പറയുകയാണ്, സെക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അത് ലൂക്കോസ് 1:11 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലാണ് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നിട്ട് മറിയയോട് പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയ ഈ വന്ദനം കേട്ടിട്ട് ഭ്രമിക്കുവാനായിട്ടിടയായി. അപ്പോൾ മറിയയോട് ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ദൈവിക നിയോഗങ്ങൾ മനുഷ്യനെ അറിയിക്കുവാനായിട്ട് ദൂതൻ കടന്നു വരുമ്പോൾ മനുഷ്യൻ പേടിക്കുക പതിവാണ്. പക്ഷേ ദൂതൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സമാധാനം പറയുകയും ഭയപ്പെടേണ്ട എന്ന് പറയുകയും ദൈവിക നിയോഗം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ മറിയയുടെ അടുക്കൽ കടന്നു വന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം അറിയിക്കുവാനായിട്ടാണ്. അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ പിതാവായ സെക്കരിയാവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവനും ഒരു പുത്രൻ ജനിക്കുന്ന വിവരം അറിയിക്കുവാനായിട്ടാണ് കടന്നു വന്നത്. ഗിദെയോൻ്റെ അടുക്കൽ കടന്നു വന്നത് അവനെ ഒരു പവർഫുൾ അനോയിൻറ്റിങ് കൊടുത്തിട്ട് മിദ്യാന്യർ എന്ന് പറയുന്നതായ ഒരു ശത്രു ഗണത്തിൽ നിന്നും ഈ ഇസ്രായേലിനൊരു രക്ഷ കൊടുക്കുവാനായിട്ടാണ് ഗിദെയോനെ അവനെ അനോയിൻറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ പവർ കൊടുത്ത് അവനെ വിടുന്ന ദൗത്യമായിരുന്നു ദൂതൻ്റെ അവിടുത്തെ ചുമതല. അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു വന്നത്, അടുത്ത ആണ്ടിൽ ഞാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളൂ. അപ്പോൾ അബ്രഹാമിൻ്റെ ഏകജാതനായ പുത്രൻ്റെ പേര് ഇസ്ഹാക്ക്. അവനെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകാനാണ് ആ ദൂതൻ കടന്നു വന്നത്. ഇനി നമുക്ക് ഖുറാനിലേക്ക് പോകാം. ഖുറാനിൽ ജിബ്രീൽ എന്നാണ് ദൂതൻ്റെ പേര് പറയുന്നത്.
അത് ഗബ്രിയേൽ ആണ് എന്നുള്ളത് ഒരു വ്യാഖ്യാനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സൂറ അൽ അലാക്കിൽ വായിക്കൂ, 96 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മാത്രം ഇത്ര മാത്രമേ ഉള്ളൂ, വായിക്കൂ, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അവൻ സൃഷ്ടിച്ചവനാണ് എന്നുള്ളത്. പക്ഷെ ആ പദം എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയാൽ സഹി അൽ ബുഖാരി, ഞാൻ പറഞ്ഞല്ലോ ഹദീസുകളാണ് ഖുറാനിലെ ഖുറാൻ കഴിഞ്ഞാൽ അടുത്ത ഒരു ഗ്രന്ഥം, അതേ നിലവാരത്തിൽ യോഗ്യമായി കാണുന്നത് ഹദീസുകളാണ്. അപ്പോൾ ഹദീസിൽ സഹി അൽ ബുഖാരിയാണ് ഏറ്റവും വിശ്വസനീയമായത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സഹി അൽ ബുഖാരി 1:3 ഐഷ പ്രവാചകന്റെ ഭാര്യയായിരിക്കുന്ന ഐഷ പറയുന്ന ഒരു വാക്കുകളാണ്. പ്രവാചകൻ ഹീര ഗുഹയിൽ ധ്യാനത്തിലായിരിക്കുമ്പോൾ ജിബ്രിൽ പ്രത്യക്ഷപ്പെട്ടു, വായിക്കാൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പ്രവാചകൻ പറയുന്നു. അപ്പോൾ അതിൽ 3 പ്രാവശ്യമാണ് വായിക്കാനായിട്ട് ദൂതൻ പറയുന്നത് എന്നാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അവിടെ ദൂതൻ പറയുന്നത് കൂടാണ്ട് എന്താ ചെയ്തതെന്നുള്ളത്, ദൂതൻ എന്നെ ശക്തമായി പിടിച്ചു ഞെക്കി തനിക്ക് സഹിക്കാനാവാത്ത വിധം വേദനയായി, തുടർന്ന് എന്നെ വിട്ടു വായിക്കുവാൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് നബി പറയുകയാണ്. അടുത്തത് രണ്ടാമതും ദൂതൻ എന്നെ ശക്തമായി പിടിച്ചു ഞെക്കി എനിക്ക് സഹിക്കാവുന്നതിലും അധികമായി എന്നെ വിട്ടു വായിക്കാൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് 2ാം പ്രാവശ്യവും നബി പറയുകയാണ്. 3ാം പ്രാവശ്യം അപ്രകാരം ചെയ്തു എന്നിട്ട് പറയുകയാണ്, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കൂ, അവൻ സൃഷ്ടിച്ചവനാണ് എന്നുള്ള ആ വാക്ക്, ആ പദമാണ് അല്ലെങ്കിൽ ആ സെന്റൻസ് ആണ് സൂറ അൽ അലാക്കിൽ ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചതിന് ശേഷം ഇത്ര മാത്രമേ ഉള്ളൂ ദൂതനുമായിട്ടുള്ള ആദ്യത്തെ എൻകൗണ്ടർ എന്ന് പറയുന്നത്, നബിക്കുണ്ടാകുന്ന ആദ്യത്തെ എൻകൗണ്ടർ. അതിനുശേഷം എന്ത് സംഭവിച്ചു? പ്രവാചകൻ വളരെ അധികം ഭയവും നടുക്കവും സംഭവിച്ചിട്ട് ഈ കാര്യം ഭാര്യയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് തന്നെ മൂടിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പുതപ്പിന്റെ സഹായത്തോടെ തന്നെ മൂടി കിടത്തുവാനിടയായി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം ഖദീജ തൻ്റെ സഹോദരനായ കസിനായ, അതായത് തൻ്റെ മൂത്ത സഹോദരൻ്റെ മകനായ വറാക്ക ബിൻ നൗഫൽ എന്ന വ്യക്തിയുടെ അടുക്കൽ പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അതായത് മുസ്ലിം കൺവേർട്ട്, അതായത് ക്രിസ്ത്യാനിയായി മാറിയ ഒരുവനായിരുന്നു ഈ വറാക്ക ബിൻ നൗഫൽ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ഹീബ്രുവിലുള്ള സ്ക്രിപ്ചർ അല്ലെങ്കിൽ തിരുവെഴുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന വിഷയമായിരിക്കണം, മോശയോട് ദൂതൻ ഇടപെട്ട വിഷയങ്ങളായിരിക്കണം അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അപ്പോൾ പറയുകയാണ്, ഇവനെ കണ്ടത് മോശയ്ക്കയച്ച ദൂതനാണ്, ഇവൻ കണ്ടത് മോശയ്ക്കയച്ച ദൂതനെയാണ് എന്നുള്ളത് വറാക്കയാണ് നബിയോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ ഒരു പ്രവാചകനാണ്, ജനങ്ങൾ നിന്നെ തള്ളിക്കളയും വിരോധിക്കുകയും ചെയ്യുമെന്ന് പറയുവാനായിട്ടിടയായി. ഇത് സഹി അൽ ബുഖാരി 1:3 നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ദൂതന്റെ ഇടപെടലും ഖുറാൻ അല്ലെങ്കിൽ ഹദീസിൽ പറയുന്ന ദൂതന്റെ ഇടപെടലും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ദൂതൻ ഇവിടെ പ്രവാചകനായിട്ട് നിയോഗിക്കുന്നില്ല, ഭയപ്പെടുത്തി പക്ഷെ ആശ്വസിപ്പിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഭയപ്പാട്, ദൂതനെ കണ്ട മാത്രയിലുള്ളൊരു ഭയപ്പാട് ബൈബിളിലുണ്ട്. പക്ഷെ ബൈബിളിൽ ദൂതൻ തന്നെയാണ് ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുകയും സമാധാനം അറിയുകയും എന്തിനാണ് തന്നെ അയച്ചതെന്നുള്ള നിയോഗം അറിയിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള താരതമ്യ പഠനം ഇന്നത്തെ വിഷയം. ഇത് അടുത്തൊരു വിഷയം നമ്മുടെ മുൻപിൽ വരുന്നവരെയും എല്ലാവരും എന്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ.